ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ട് വെണ്ടയ്ക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാനെ കൊണ്ട് ഞാനിപ്പോൾ 200 ഗ്രാം വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തേക്കാണ്. നമുക്ക് ഫ്രൈ അടിക്കാനെ കൊണ്ട് ഇതിനകത്ത് അരി കളയണം. ആദ്യമേ നമുക്കിത് കീറി കട്ട് ചെയ്ത് എടുക്കാം. വെണ്ടയ്ക്ക നല്ല ഉണക്കം കട്ട് ചെയ്ത് അതിനകത്ത് കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു മസാല ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ കടലമാവ് എടുക്കാം. ഞാനിപ്പോൾ കടലമാവ് 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കോൺഫ്ലോർ ആണ്, ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ മല്ലിപ്പൊടിയാണ് ഒരു 1/2 ടീസ്പൂണോളം ഉണ്ട്. പിന്നെ അല്പം എരിക്ക് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എരി ഒരുപാട് വേണ്ടാത്തവർ കുരുമുളക് പൊടി എടുക്കരുത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മതി. ഇപ്പോൾ പൊടി ഐറ്റംസ് ഒക്കെ എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. പിന്നെ വെള്ളം നനവുള്ള ബൗൾ എടുക്കരുത്. നല്ലോണമൊക്കെ എല്ലാം ഫൈനായിട്ട് മിക്സ് ആവണം. അപ്പോൾ നമ്മുടെ മസാല ഇത് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ വെണ്ടയ്ക്കകത്തോട്ട് ഇത് ഇഞ്ചി പൂണ്ട് പേസ്റ്റാണ്, അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ലൂസായിട്ടുള്ളത് എടുക്കണേ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിത് ചേർത്ത് കൊടുത്ത് ഇനി നമ്മുടെ മസാലപ്പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് നമ്മുടെ മസാലയൊക്കെ നമ്മുടെ വെണ്ടയ്ക്കകത്ത് പുരട്ടി എടുത്തിട്ടുണ്ട്. ഈ വെണ്ടയ്ക്കകത്തുള്ള കൊഴുപ്പും നമ്മുടെ ഇഞ്ചിക്കകത്തുള്ള വെള്ളവും കൂടി ചേർന്നിട്ട് നല്ലോണമൊക്കെ ഇത് മിക്സ് ആവും. അപ്പോൾ നല്ലോണമൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ആദ്യമേ പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ വെണ്ടയ്ക്ക ഇത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം നമ്മൾ. അപ്പോൾ നമ്മുടെ ചിപ്സ് ഇത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കങ്ങ് കോരിയെടുക്കാം. കണ്ടോ, കറുമുറാന്നിരിക്കുമോ ഇത്. നമുക്കിങ്ങനെ ഓരോന്നും വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ലേഡീസ് ഫിംഗർ ചിപ്സ് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. നമ്മുടെ വെണ്ടയ്ക്ക ചിപ്സ് ആക്കിയെടുത്തത്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. കറുമുറ ഫീലുള്ളൊരു സാധനമാണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നതുവരെ ബൈ ബൈ.